മമത നിരവധി കേസുകളിൽ പ്രതിയായിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും പഴയ പല കേസുകളും കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് സുവേന്ദു അധികാരി സർക്കാർ. മമത ബംഗാളിൽ കോൺഗ്രസിലേക്ക് പോയാണെങ്കിൽ അധിർ രഞ്ജൻ ചൗധരിക്കൊക്കെ വേറെ വഴി. അധിർ രഞ്ജൻ ചൗധരി നേരെ BJPയിലേക്ക് പോകും. 34-ഉം 15-ഉം 49 ഏതാണ്ട് നൂറ്റാണ്ട് കാലം ബംഗാൾ പോലീസിനെ നശിപ്പിച്ചു കളഞ്ഞു. 10 കൊല്ലം പോലീസ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പിണറായി വിജയൻ എസ്കോർട്ട് പോയിക്കൊണ്ടിരുന്നു. മമതയുടെ കൂടെ നിൽക്കുന്ന ഇവരെ പോലെയുള്ള ഡെറിക് ഒബ്രിയാനെയും മഹുവായെയും പോലെയുള്ള ആൾക്കാർ, സായണി ഘോഷ് വരെ പോയി. ഇവരൊക്കെ ഈ മമതയുടെ കൂടെ നിന്ന് ഇങ്ങനെ നിലവിളിക്കുകയും ഇങ്ങനെ ന്യൂസൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. തൃണമൂൽ കോൺഗ്രസ് പിളർന്നു നമ്മൾ പല ചർച്ചയിലും പറഞ്ഞെങ്കിലും ശരിക്കും ഇപ്പോഴാണ് പിളർന്നത്. യഥാർത്ഥത്തിൽ ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടെന്ന് സംഭവിച്ചു. അതെ, ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടെന്ന് അവർ പറയുകയും, പക്ഷെ അങ്ങനെ ഒരു സംഭവം അതിലില്ല. പക്ഷേ പാർട്ടിയുടെ ഭരണഘടനയുണ്ട്. 3 വർഷത്തിലൊരിക്കൽ അവിടെ ഈ പാർട്ടിയുടെ നേതൃത്വം പുതുക്കണം, പുതിയ നേതാക്കളെ തിരഞ്ഞെടുക്കണം, അധ്യക്ഷനടക്കം ആ ഭരണസമിതി പുതുക്കണമെന്ന് പറയുന്നത്. പക്ഷേ 2022 ഫെബ്രുവരിയിൽ വന്ന പുതിയ സമിതി ഇതേവരെ അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും തുടരുകയാണ്. അപ്പോൾ ഈ വിമതപക്ഷം, അതായത് അഭിഷേക് ബാനർജി അടക്കം പുറത്താക്കണമെന്നാവശ്യപ്പെട്ട ആ വിമതപക്ഷത്തിൻ്റെ വാദം ശരിയാണ്, ഞങ്ങൾ പറയുന്നതാണ് പാർട്ടി. അപ്പോൾ ഈ പാർട്ടി ഭരണഘടന പ്രകാരം മുമ്പോട്ട് പോകണം. അത് പാർട്ടി തൃണമൂലിൻ്റെ ഭരണഘടന അനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. ഇപ്പം അരൂപ് റോയ് അവർ ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ അധ്യക്ഷൻ മമതയെ നീക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് അരൂപ് റോയ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഈ പറയുന്നത് ഹൗറയിൽ നിന്നുള്ള MLA ആണ് അരൂപ് റോയ്, പുതിയ അധ്യക്ഷൻ. പിന്നെ ഫിർഹാദ് ഹക്കീം, അരുൺ ബിശ്വാസ്, നമുക്ക് പരിചയമുള്ള ആൾക്കാരില്ല, റദിൻ ഘോഷ്, സബിന യാസ്മിൻ, ഇവരെയൊക്കെ വൈസ് ചെയർപേഴ്സൺമാരായിട്ട് തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഋതപ്രത ബാനർജി, ജാവേദ് ഖാൻ, സന്ദീപ് സാഹു, ഇവരാണ് പുതിയ ജനറൽ സെക്രട്ടറിമാർ. അപ്പോൾ ഇങ്ങനെ ഈ 60 MLA-മാരുടെ പിന്തുണയുമായിട്ട് ഈ ഒരു വളരെ നിർണായകമായ നീക്കത്തിലേക്ക് പോയിരിക്കുകയാണ് തൃണമൂലിൻ്റെ ഇപ്പോഴത്തെ ഔദ്യോഗിക വിഭാഗം. ഇനി നമുക്ക് അവരെ വിമതരെന്ന് വിളിക്കാൻ പറ്റില്ല. അവരാണ് യഥാർത്ഥ തൃണമൂൽ. പാർട്ടി ഭരണഘടന പ്രകാരം കൃത്യമായിട്ട് കാലാവധി കഴിഞ്ഞ ഭരണസമിതിയെ എലക്ട് ചെയ്ത് കൃത്യമായിട്ട് അരൂപ് റോയ് എന്ന MLA മമതയ്ക്ക് പകരം അരൂപ് റോയിയെ നിയമിച്ച് വലിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി മമത എന്ത് ചെയ്യും? ഈ മമതയുടെ പുതിയ ഘടകത്തിന് ഒരു 20 MLA-മാരുള്ള ആ വിങ്ങിന് അവരെന്ത് പേരിടും എന്നൊക്കെയാണ് അടുത്ത ചോദ്യങ്ങൾ ബംഗാളിൽ. അതായത് പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നവും പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാവര ജംഗമ വസ്തുക്കളും ഒക്കെ ആരുടെ കൈവശം എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ അതിനൊരു ഉത്തരം ഉണ്ടായിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് അരൂപ് റോയിയെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാക്കിക്കൊണ്ട്, മമതയെ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് നീക്കിക്കൊണ്ട്, അഭിഷേക് ബാനർജിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആണ് ഇപ്പോൾ ഈ പറഞ്ഞ വിമത MLA-മാർ എന്ന് പറയുന്ന പക്ഷം യഥാർത്ഥ തൃണമൂലായി മാറിയിരിക്കുന്നത്. ചിഹ്നത്തിന് ഇനി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അനുമതിയൊക്കെ വേണ്ടി വരും. പക്ഷേ അത് അനുമതിയല്ല, ചിഹ്നം ആർക്ക് എന്നുള്ള കാര്യത്തിലാണ് ഇലക്ഷൻ ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത്. ആ ഉത്തരവ് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ MLA-മാർ ഏത് പക്ഷത്താണോ ഉള്ളത് ആ പക്ഷത്തെ ഔദ്യോഗിക പക്ഷമാക്കി അവർ പ്രഖ്യാപിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഋതപ്രത ബാനർജിയും അരൂപ് റോയിയും ഈ തിരഞ്ഞെടുക്കപ്പെട്ട വൈസ് ചെയർമാൻമാരും ജനറൽ സെക്രട്ടറിമാരും ഒന്നും അല്ല വിഷയം മമത ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ്. മമത ഇനി ഒന്നും ചെയ്യാനില്ല. മമതയുടെ ഒപ്പം നിൽക്കുന്ന 20 MLA-മാരും മമത കൂടി പോയി കഴിഞ്ഞാൽ, അതായത് മമതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരും നേരെ ഈ പക്ഷത്തേക്ക് വരും എന്നുള്ളതാണ്. ഇനിയൊന്നും സംഭവിക്കില്ല. അല്ല, പാർട്ടി സ്ഥാനവും പോയി. ഇനി സംഭവിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അതാണ് ഇവിടുത്തെ വിഷയം. നമ്മളിത് നേരത്തെ പറഞ്ഞതാണല്ലോ, മമത തൃണമൂല് പിളരും, മമതയെ പുറത്താക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് അതിനേക്കാൾ സംഭവ ബഹുലമായ ചില കാര്യങ്ങൾ മമതയ്ക്ക് സംഭവിക്കാൻ പോവുകയാണ്. മമത നിരവധി കേസുകളിൽ പ്രതിയായിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും പഴയ പല കേസുകളും കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് സുവേന്ദു അധികാരി സർക്കാർ. അത് സംബന്ധിച്ച് പരാതികൾ വരുന്നു. അതായത് ഇന്ന ആളിനെ കാണാനില്ല, ഈ ആൾ രാഷ്ട്രീയ
സംഘർഷത്തിൻ്റെ ഭാഗമായി കാണാതായതാണ്. ഇയാളിനെ കണ്ടുപിടിക്കണം. ശരിയായ അന്വേഷണം നടത്തിയാൽ ഇയാൾ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെ, ഇനി മരിച്ചു പോയെങ്കിൽ ഡെഡ് ബോഡി എവിടെ മറവ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരും. നമുക്കറിയാം, പണ്ട് ഒരു പ്രസംഗത്തിൽ പിണറായി വിജയൻ, ഇന്നത്തെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി, മുൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഒക്കെയായ ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? ബംഗാളിൽ ഞങ്ങൾ ചെയ്യുന്നത് ഇവിടുത്തെ പാർട്ടിക്കാരും കണ്ടുപിടിക്കണം. നോക്കണം, എന്തോ ഒരു വലിയ കാര്യം പറയുന്ന പോലെയാണ്, എന്തോ ഒരു മഹത്തായ കാര്യം പറയുന്നത് പോലെയാണ് പിണറായി വിജയൻ പറയുന്നത്. എന്താണ്, ബംഗാളിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം നടത്തിക്കഴിഞ്ഞാൽ ആ ശവം വലിയ, നമ്മൾ ഈ നന്നങ്ങാടി എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട് കേരളത്തിൽ ഒക്കെ. ഇപ്പം നമ്മൾ പലയിടത്തും ഇപ്പം നന്നങ്ങാടി കണ്ടെത്തും. എന്ന് വെച്ചാൽ വലിയൊരു കലത്തിൽ ആയുർവേദ മരുന്നുകൾ, പച്ചമരുന്നുകൾ, അങ്ങാടി മരുന്നുകളൊക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് മൃതദേഹം ഇറക്കി വെക്കും. എന്നിട്ട് അതിൽ ഈ ഇതൊക്കെ കൊണ്ട് മൂടും, ഉപ്പ് ഒക്കെ ഉപയോഗിക്കും, ഒക്കെ മൂടിയിട്ട് ഇത് ഭൂമിയിൽ കുഴിച്ചിടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ട് കഴിയുമ്പം ഇതെല്ലാം കൂടെ സംസ്കരിക്കാൻ പറ്റില്ല. ഇതെല്ലാം കൂടെ നമ്മൾ ചിത ഒരുക്കി അഗ്നിയിൽ ഇട്ട് അങ്ങനെ സംസ്കരിക്കുകയാണെങ്കിൽ അത് വലിയ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു, പണ്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. അവരിത് ഈ മരുന്ന് ഇതെല്ലാം കൂടെ ചേർത്ത് ഇത് ഭൂമിയിൽ കുഴിച്ചിടുമ്പോൾ ഇത് മണ്ണിനെ ചീത്തയാക്കില്ല. ഇത്രയും മരുന്നുകളുള്ളത് കൊണ്ട് ഈ ബോഡി അഴുകി വരുന്ന വസ്തുക്കളെ മണ്ണിൽ ലയിപ്പിച്ച് അതിൻ്റെ വിഷാംശത്തെ പരമാവധി കുറച്ച് അത് മുഴുവൻ ഈ മരുന്നുകൾ പിടിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ പണ്ട് ചെയ്യുമായിരുന്നു. അതാണ് പിണറായി വിജയൻ ഒരു മഹത്തായ കാര്യം പോലെ പറയുന്നത്. രാഷ്ട്രീയ കൊലപാതകം നടത്തിയാൽ പുറത്ത്, കാരണം ഈ ശവം എങ്ങനെയെങ്കിലും ഒളിപ്പിക്കണമല്ലോ, ഇല്ലെങ്കിൽ ഇത് പുറത്ത് വരും. അപ്പോൾ ഇത് ഉപ്പിട്ടിട്ട് മൂടുക. ഈ ഉപ്പിട്ട് മൂടിക്കഴിഞ്ഞാൽ വലിയ കുഴിയെടുത്ത് ഉപ്പിട്ട് മൂടിയ, നമ്മൾ ഈ സന്യാസിമാരുടെയൊക്കെ ഇത് ഭൗതിക ശരീരം സമാധി ഇരുത്തുന്നത് കണ്ടിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് ഭസ്മമൊക്കെ ഇട്ടിട്ടാണ് അത്. വിഴിഞ്ഞം കലാപത്തിൽ ചെയ്തത് അതാണ്. അതുപോലെ കലാപത്തില് ഇതേപോലെ കടൽ തീരത്ത് കുഴിയെടുത്ത് ഉപ്പിട്ടാണ് മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. അപ്പോൾ അതുപോലെ അങ്ങനെ ചെയ്യാൻ അണികളോട് ആഹ്വാനം ചെയ്യുകയാണ് ഒരു പാർട്ടി സെക്രട്ടറി. അപ്പോൾ എത്ര ക്രിമിനൽ മൈൻഡുള്ള ആയുർവേദ മകൾക്ക് ഇനി ആയുർവേദ സ്ഥാപനം വല്ല ഉണ്ടെന്ന് അറിയില്ല. കാരണം ആയുർവേദം വാങ്ങിച്ച് കലത്തിലിട്ട് നന്നങ്ങാടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് ബംഗാളിൽ പണ്ട് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് തന്നെയാണ് ഇടതുപക്ഷം മാറി മമത അവിടെ വന്നപ്പോഴും ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ 5 വർഷത്തിനിടെ മാത്രം 452 രാഷ്ട്രീയ എതിരാളികളെ തൃണമൂലുകാർ പൂശി. 2021 മമതയുടെ ആഹ്വാനമായിരുന്നു 2021 കഴിഞ്ഞപ്പോൾ. അതെ അതെ, അതും ഇപ്പോൾ FIR ഇട്ട് പോലീസ് അന്വേഷിക്കുകയാണ്. 2 സിനിമാ നടിമാർ അവരുടെ ട്വീറ്റിലൂടെ ഈ വാർത്ത ഇത് പങ്കുവച്ചത് ഒക്കെ FIR ആണ്. അതെ അതെ വെവ്വേറെ കേസുകളാണ്. അന്ന് പിന്നെ ഈ മരണം താണ്ഡവ നൃത്തമാടി ബംഗാളിൽ. നമുക്കറിയാം, കോവിഡിൻ്റെ ഒരു വല്ലാത്ത നീരാളിപ്പിടുത്തം, 2ാം കോവിഡിൻ്റെ സമയമാണത്. ആദ്യത്തെ കോവിഡ് വന്ന് വലിയ പരിക്കുണ്ടാക്കാതെ പോയി കഴിഞ്ഞ് 2021 ഈ കേരളം, പശ്ചിമ ബംഗാൾ, ആസാം തുടങ്ങിയ സ്ഥലങ്ങളിൽ, തമിഴ്നാട്ടിലൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2ാമത്തെ കോവിഡ് വന്നു. ആ 2ാമത്തെ കോവിഡിൻ്റെ താണ്ഡവം നടക്കുന്ന സമയത്താണ്, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് നടക്കുന്ന സമയത്താണ് ശൈലജ കോവിഡ്, വീണ കോവിഡിന്റെ കേരളത്തിൽ വീണ കോവിഡ്. ആ കോവിഡ് നടക്കുന്ന കാലത്താണ് ബംഗാളിൽ ഈ നിഷ്ഠൂരമായ കൊലപാതകം. ബംഗാളി ഭാഷയിൽ ഒരു വാക്കുണ്ട്, നിങ്ങൾ ആഘോഷിക്കൂ എന്ന് പറഞ്ഞ് ചോര കുടിച്ച് ആഘോഷിച്ചു, മനുഷ്യന്റെ ചോര കുടിച്ച് ആഘോഷിച്ചു. അതിപ്പോൾ എല്ലാ കേസുകളും ഒന്നൊന്നായിട്ട് പൊങ്ങുകയാണ്. ഒരു നിവർത്തിയില്ല. ഇപ്പൊ തൃണമൂല് ഇവര് ഋതബ്രത ബാനർജിയും കൂട്ടരും മമതയെയും അഭിഷേക് ബാനർജിയെയും ഒഴിവാക്കിയിട്ട് വന്നല്ലോ. എൻ്റെ ബലമായ സംശയത്തിൽ അവർക്ക് ശക്തമായ BJP പിന്തുണയുണ്ട്. കാരണം എന്താണെന്ന് ഞാൻ പറയാം. BJPക്ക് കൃത്യമായി മമതയെയും അഭിഷേക് ബാനർജിയെയും മമതയുടെ കൂടെ നിൽക്കുന്ന ഈ എന്താ പറയുക, കുറച്ച് ജിഹാദി സ്വഭാവമുള്ള ആൾക്കാരെയും പൂട്ടിയേ മതിയാവൂ. അവരെ ഒഴിച്ചു നിർത്തിയിട്ടാണ് പുതിയ പാർട്ടി. BJP വളരെ കൃത്യമായിട്ടാണ് കാർഡുകൾ ഇറക്കി കളിക്കുന്നത്. ഒന്ന് SIR കൊണ്ടുവന്നു, ഇമിഗ്രേഷൻ ആക്ട് കൊണ്ടുവന്നു, ഈ ബംഗ്ലാദേശികൾ, നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളെ മുഴുവനും ഇവിടുന്ന് ഓടിച്ചു, അവരുടെ വോട്ടവകാശം ഇല്ലാതെയാക്കി, വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചു, വോട്ട് ഇന്ത്യൻ പൗരന് മാത്രം. അങ്ങനെ വരികയും
അപ്പോൾ വോട്ടർ പട്ടിക ക്ലിയറായി. അപ്പോൾ മമതയുടെ വോട്ട് ബാങ്കിന് വലിയ ഇടിവുണ്ടായി. ഇനി രണ്ടാമത്തെ കാര്യം, മമത എന്താ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്? മമത അവിടെ തൃണമൂലിൻ്റെ ഗുണ്ടകളെയും തൃണമൂലിൻ്റെ പ്രവർത്തകരെയും അഴിച്ചുവിട്ട് വലിയ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് സാധാരണക്കാർ വോട്ട് ചെയ്യാൻ പോകാൻ ഭയപ്പെടും, അവർ വീട്ടിലിരിക്കും. ആ സമയത്താണ് ഈ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ വ്യാജ ആധാർ കാർഡും ഒക്കെ ആയിട്ട് വോട്ടർ ഐ ഡി. പോലീസൊക്കെ നിഷ്ക്രിയമായിരുന്നു, പോലീസിന് ജോലിയില്ല. അതായത് ഇപ്പൊ കേരളത്തിൽ 10 കൊല്ലം പോലീസ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പിണറായി വിജയൻ എസ്കോർട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനപ്പുറത്തെ അവിടെ അതെങ്കിലും ചെയ്യുമായിരുന്നു. പക്ഷെ ബംഗാളിൽ ഇവിടെ അതെങ്കിലും ചെയ്യും. ബംഗാളിൽ ഈ പോലീസിന് ഒരു പണിയുമില്ല. കാരണം തൃണമൂലിന്റെ പ്രാദേശിക നേതാക്കളാണ് ഓരോ പഞ്ചായത്തിലും ഘട്ടപഞ്ചായത്ത് കൂടി അവിടെ പ്രശ്നങ്ങൾ കേട്ട്, അല്ലെങ്കിൽ അവിടേക്ക് വരുന്ന പരാതികൾ, ഈ അവിടെ പാർട്ടി ഉന്നതന്മാരുടെ പരാതികൾ ഈ പാവപ്പെട്ടവരെ അടിച്ചമർത്തി അവരിന്ന് കാശ് വാങ്ങി, അപ്പൊ ആ പണമാണ് ഇപ്പൊ തിരിച്ചു കൊടുത്തത്. ചില പഞ്ചായത്തുകളിൽ നോട്ടീസ് അടിച്ച് തിരിച്ചു കൊടുത്തത് മാത്രമല്ല, അന്ന് ഈ ഇലക്ഷൻ സമയത്ത് മമത ചെയ്യുന്നത് ഇതുപോലെ ഈ നുഴഞ്ഞു കയറിയ ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിക്കും. അപ്പോൾ ആ വോട്ടെല്ലാം സ്വാഭാവികമായിട്ടും നിഷ്പക്ഷരായ വോട്ടർമാർ, ബംഗാളികൾ അവിടെ ചെന്ന് വോട്ട് ചെയ്യേണ്ടതിന് പകരം ബംഗ്ലാദേശികൾ വന്ന് മമതയുടെ ചിഹ്നത്തിൽ കുത്തിയിട്ട് പോവും, രണ്ടലയിൽ കുത്തിയിട്ട് പോവും. ഇതായിരുന്നു, രണ്ടലയാണോ തീപ്പന്തമാണോ അങ്ങനെ എന്തോ ആയിരുന്നു മമതയുടെ ചിഹ്നം. എന്തായാലും ആ ചിഹ്നത്തിൽ കുത്തിയിട്ട് പോവും. ഇതാണ് അവിടെ നടന്നിരുന്നത്. അപ്പോൾ അത് രണ്ടാമത്തെ സംഭവം. BJP എന്ത് ചെയ്തു? കേന്ദ്രസേനയെ അവിടെ ഇറക്കി. കേന്ദ്ര സർക്കാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു കേന്ദ്രസേനയെ ഡിപ്ലോയ് ചെയ്യണം. കേന്ദ്രസേനയെ ഒരു മാസം മുമ്പേ ഇറക്കി. അമിത്ഷാ 15 ദിവസം മുമ്പേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തി അവിടെ സ്ഥിതിഗതികൾ വീക്ഷിച്ചുകൊണ്ടിരുന്നു, വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. ജനങ്ങൾക്ക് വിശ്വാസമായി. മാത്രമല്ല അമിത്ഷാ പ്രഖ്യാപിച്ചു ഇലക്ഷൻ കഴിഞ്ഞാലും 3 മാസത്തേക്ക് ഈ കേന്ദ്രസേനയെ ഇവിടെ നിലനിർത്തും, നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടണ്ട. അപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമായി. അതുകൊണ്ടാണ് 70% താഴെ മാത്രം പോളിംഗ് നിന്നിരുന്ന ബംഗാളിൽ 92%, 94% ഒക്കെ വോട്ടിംഗ് പെർസെൻറ്റേജ് എത്തിയത്. അങ്ങനെ ജനം കൂട്ടത്തോടെ വന്ന് മമതയെ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇതിനെ സമ്പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി ബംഗാളിനെ ശുദ്ധീകരിക്കണമെന്ന് വോട്ടർമാർ തീരുമാനിച്ചു. അവർ വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് മമതയ്ക്ക് ഇത്രയും വലിയ തിരിച്ചടി കിട്ടിയത്. അപ്പോൾ അവിടെ സുവേന്ദു അധികാരി വന്നു കഴിഞ്ഞപ്പോൾ കേന്ദ്രസേനയെ പതുക്കെ പിൻവലിച്ചു. ഇപ്പോഴും കേന്ദ്രസേന ഉണ്ട് അവിടെ. സ്പെഷ്യൽ ഓഫീസറായിട്ട് അജയ് പാൽ ശർമ്മയെ കൊണ്ടുവന്നു UP-യിൽ നിന്ന്, എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ, ഇത് പണ്ട് ഗുജറാത്തിൽ നരേന്ദ്രമോദി ചെയ്തത് ഇതാണ്. നരേന്ദ്രമോദി ചെയ്തത് ഗില്ലിനെ കൊണ്ടുവന്നു, പഴയ പഞ്ചാബ് DGP-യെ. അവിടെ KPS ഗില്ലിനെ കൊണ്ടുവന്നു. അവിടെ കലാപം അടിച്ചമർത്തിയിട്ട് അദ്ദേഹമാണ് പിന്നെ ഗുജറാത്ത് പോലീസിനെ ഒരു പുതിയ രൂപവും ഭാവവും ഒക്കെ കൊടുത്തത്. ഇന്ന് ഗുജറാത്തിൽ പോയാൽ, അഹമ്മദാബാദിൽ പോയാൽ നമ്മളെ ഞെട്ടിപ്പോവും. ആൾക്കാർ ക്യൂ നിന്നാണ് ട്രെയിനിൽ കയറുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗുജറാത്ത് പോലീസ് അടിമുടി മാറിപ്പോയി. ഇന്ന് ഗുജറാത്ത് പോലീസിൻ്റെ അടുത്ത്, പണ്ടൊക്കെ അങ്ങനെയല്ല, ഗുജറാത്ത് പോലീസ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർക്ക് ഒരു വിലയുമില്ല. കാരണം അവനീ പറഞ്ഞ പോലെ ട്രാഫിക് നിയമം തെറ്റിച്ച് 5 രൂപ കൈക്കൂലി വാങ്ങുന്ന അവസ്ഥയായിരുന്നു. 5 രൂപ കൊടുത്താൽ മതി, അവിടെ ട്രാഫിക് പോലീസ് പറഞ്ഞു വിടും, ആ പൊക്കോ എന്ന് പറയും. ഹെൽമറ്റ് ഇല്ലേ, 5 രൂപ കൊടുത്തേച്ച് പൊക്കോ, അവൻ 5 രൂപ കൊടുക്കും. ഒരു വണ്ടിയിൽ 3 പേരിരുന്ന് പോകുന്നു, അവിടെ ഒരു പ്രശ്നമില്ല. 4 പേര് കയറിയാൽ 10 രൂപ കൊടുക്കണം ട്രാഫിക് പോലീസുകാരന്. ഇങ്ങനെ 2 വീലറിൽ ചെറുപ്പക്കാരെ, പയ്യന്മാരൊക്കെ 4 പേരൊക്കെ ഇരുന്ന് പോകുന്ന 2 വീലറുകൾ അവിടെ ട്രാഫിക് നിയമം തെറ്റിച്ച് ഓടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കുത്തഴിഞ്ഞു കിടന്ന ഗുജറാത്ത് പോലീസിനെ നരേന്ദ്രമോദി വന്നു ഒരു നല്ല DGP-യെ കൊണ്ടുവന്നു. അതാണ് ഈ RB ശ്രീകുമാറിനെ പോലെയുള്ളവർക്ക് നരേന്ദ്രമോദിയുടെ അസൂയ. അതുകൊണ്ടാണ് അയാൾക്ക് ചെയ്യാൻ പറ്റാത്തത് വേറൊരു പോലീസുകാരൻ വന്ന് ചെയ്തു, വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം ചെയ്തിട്ട് പോയി. അതിൻ്റെ വിരോധമാണ് അയാൾ തീർത്തത്. അതുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കയറി ഇറങ്ങി നടക്കുന്നു. തീർച്ചയായിട്ടും ഇരിക്കട്ടെ. എന്തായാലും അങ്ങനെ ബംഗാളിൽ ഈ അജയ് പാൽ ശർമ്മയെ കൊണ്ടുവന്നത് തന്നെ ബംഗാൾ പോലീസിനെ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഇടതുപക്ഷവും മമതയും ചേർന്ന് ഷണ്ഡീകരിച്ചു കളഞ്ഞു. പോലീസിൻ്റെ ഇവിടെ 10 കൊല്ലം കൊണ്ട് എങ്ങനെയാണ് കേരള പോലീസിനെ ഷണ്ഡീകരിച്ചതെന്ന് നമ്മൾ കണ്ടു അല്ലേ? അതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 34-15-49 ഏതാണ്ട് 1/2 നൂറ്റാണ്ട് കാലം
ബംഗാൾ പോലീസിനെ നശിപ്പിച്ചു കളഞ്ഞു. അവിടെ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു സംഗതി പോലീസിന് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അവരത്ര ദുർബലരാണ്. ആ പോലീസിനെ ശരിയാക്കി എടുക്കാനാണ് അജയ് ബാൽ ശർമ്മയെ പോലുള്ള അദ്ദേഹം വരുന്ന 1-2 വർഷം കൊണ്ട് ബംഗാൾ പോലീസ് അതിൻ്റെ പഴയ ആ പ്രൗഢിയിലേക്ക് തിരിച്ചു വരും. ഒരു സംശയവും വേണ്ട. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ കേന്ദ്ര സർക്കാരും കൂടെ ഇടപെട്ടിട്ട് ബംഗാളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് ഋതബ്രത ബാനർജിയുടെയും അരൂപ് റോയിയുടെയും കയ്യിലായി. അവർക്കിനി വളരെ എളുപ്പമാണ്. മമതയെ കേവലം 20 MLA-മാരും 2-3 MP-മാരെയും വെച്ചുകൊണ്ട് എന്ത് ചെയ്യാനാണ് മമത? ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? 10-ന് താഴെ MP-മാരേ ഉള്ളൂ മമതയുടെ കൂടെ. അവർ തന്നെ എപ്പോൾ വേണമെങ്കിലും ഈ മഹുവ മൈത്രയെ പോലെയുള്ള അപൂർവം ചിലരൊഴിച്ച് ബാക്കി എല്ലാവരും വന്നാൽ BJP സ്വീകരിക്കും. മഹുവ മൈത്രയെ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ. പോകാൻ പറ്റില്ല. BJPക്ക് അവരെ വേണ്ട. അല്ലാതെയുള്ള ആൾക്കാരൊക്കെ BJP അല്ലെങ്കിൽ ഈ പറഞ്ഞ പുതിയ പാർട്ടി NCPI ഉണ്ടല്ലോ, അവർ 2 കൈയും നീട്ടി സ്വീകരിക്കും. മമതയുടെ കൂടെ നിൽക്കുന്ന ഇവരെ പോലെയുള്ള ഡെറിക് ഒബ്രിയാനെയും മഹുവായെയും പോലെയുള്ള ആൾക്കാർ, സായണി ഘോഷ് വരെ പോയി, ഇവരൊക്കെ ഈ മമതയുടെ കൂടെ നിന്ന് ഇങ്ങനെ നിലവിളിക്കുകയും ഇങ്ങനെ ന്യൂയിസൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതിന് ഇവിടുത്തെ മീഡിയ മാധ്യമങ്ങൾ, മല്ലു മാപ്രകൾ അടക്കമുള്ളവർ വേറെ ആരും ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല. ബംഗാളിലൊന്നും ഇനി അവർക്ക് യാതൊരു സപ്പോർട്ടും കിട്ടില്ല. പിന്നെ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ചില സാധനങ്ങളുണ്ടല്ലോ, അവരെല്ലാവരും കൂടെ ചേർന്ന് ഇതിനെ ചില ഓൺലൈനുകൾ, ചില ഇംഗ്ലീഷ് മാധ്യമങ്ങൾ, അർബൻ നക്സലുകൾ നടത്തുന്ന ചില സ്ഥാപനങ്ങൾ, അവരൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ ഇവർ കൂവി വിളിച്ചിങ്ങനെ നടക്കും. ഡെറിക് ഒബ്രിയാനും മഹുവ മൈത്രയൊക്കെ പാർലമെൻറ്റിൽ കൂവും, പാർലമെൻറ്റിന് പുറത്ത് കൂവും. അത് സാരമില്ല, അത് കുറുക്കന്മാരുടെ സഹജമായ സ്വഭാവമാണല്ലോ. അവരങ്ങനെ കൂവിക്കൊണ്ട് നടക്കും. സംഭവിക്കാൻ പോകുന്നത് മമതയെ ഒട്ടനവധി കേസുകൾ, ക്രിമിനൽ കേസുകൾ മമതയ്ക്കെതിരെ, നിലവിൽ തന്നെ നിരവധി അഴിമതി കേസുകൾ ഉൾപ്പെടെ ഉള്ളതുണ്ട്. കയ്യിലിരുന്ന കാശൊക്കെ പോയി. ഇനിയിപ്പോൾ വല്ല ബിനാമി ഇടപാടിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതും പോവും. അതിനെയും ED പൊക്കും. അതൊന്നും ഒരു തരത്തിലും ഈ അമിത്ഷായുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. കൃത്യമായിട്ട് പകരത്തിന് പകരം കൊടുക്കും, അത് സംശയമില്ല. മമത മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് BJPക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയോ അതിനെല്ലാം കണക്കെണ്ണി പകരം ചോദിക്കും. അമിത്ഷാ വെറുതെ വിടില്ല മമതയെ കാത്തിരിക്കുന്നത് ജയിലഴികളാണ്. ഒരു സംശയവും വേണ്ട. മമത മരിച്ചു പോയില്ലെങ്കിൽ, അത് പ്രായം കുറേ ആയല്ലോ, അപ്പോൾ വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ സ്വാഭാവികമായ മരണം അവർക്ക് സംഭവിച്ചില്ലെങ്കിൽ മമത ജയിലഴികൾ എണ്ണും. ഇവിടെ ഒരാൾ കാത്തിരിക്കുന്നത് പോലെ മമതയും അവിടെ കാത്തിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. മമതയ്ക്കും ഏറ്റവും വലിയ മമതയ്ക്ക് കിട്ടാൻ പോകുന്ന തിരിച്ചടി അഭിഷേക് ബാനർജിക്കെതിരെ ഉണ്ടാകുന്ന നടപടികളാണ്. അഭിഷേക് ബാനർജി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഒരുപാട് കുൽസിത കർമ്മങ്ങൾക്ക് അഭിഷേക് ബാനർജിയെ കൊണ്ട് മറുപടി പറയിക്കും. എന്തായാലും മമത ഇനി ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുമോ അതോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. ഈ 20 MLA-മാരും പിന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ച് ആൾക്കാർ MP-മാരും ഉണ്ടല്ലോ, ഇവരുമായിട്ട് കോൺഗ്രസ്സിൽ ലയിക്കുക. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പിന്തുണ മമതയ്ക്ക് കിട്ടും. പിന്നെ ഈ നിലവിലുള്ളവർക്ക് ചാടിപ്പോവാനും പറ്റത്തില്ല. തീർച്ചയായിട്ടും അങ്ങനെയല്ലാതെ മമതയ്ക്ക് വേറൊരു വഴിയില്ല. മമത രാഹുലിന്റെയും സോണിയുടെയും കാലും നക്കി നടക്കും. മമത ബംഗാളിൽ കോൺഗ്രസിലേക്ക് പോകണമെങ്കിൽ അധിർ രഞ്ജൻ ചൗധരിക്കൊക്കെ വേറെ വഴി, അധിർ രഞ്ജൻ ചൗധരി നേരെ BJPയിലേക്ക് പോകും. കാരണം അദ്ദേഹത്തിനെ പോലെ ഒരാളിന് മമതയെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റില്ല, മമതയ്ക്ക് ഒപ്പം നിൽക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഒരു ക്രെഡിബിലിറ്റിയുള്ള, വിശ്വാസ്യതയുള്ളൊരു രാഷ്ട്രീയ നേതാവാണ്. മാത്രമല്ല ശരിയായ കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ ദേശീയ ബോധമുള്ളൊരു കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരെ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ NCPIയിലേക്ക് പോകും, അല്ലെങ്കിൽ BJPയിലേക്ക് ചേക്കേറും. രണ്ടിലൊന്നും സംഭവിക്കും. BJPയിലേക്ക് ചേക്കേറിയാൽ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ ഗുണം ചെയ്യും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ മമത കോൺഗ്രസ്സിലേക്ക് പോയാൽ അത് കോൺഗ്രസിനും കൂടി വലിയ ബാധ്യതയായി മാറും. മമതയ്ക്ക് ഒരു കാരണവശാലും ഒന്നാമത് ചൊറിഞ്ഞു നിൽക്കും. അപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് ചൊറിഞ്ഞാൽ ഒരു പരിധിക്ക് അപ്പുറത്ത് ചൊറിയാൻ പറ്റൂല. കോൺഗ്രസ് ചെവി തൂക്കിയെടുത്ത് വെളിയിൽ കളയും. പണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്നൊക്കെ പറയാനേ കൊള്ളാവൂ. കോൺഗ്രസ്സുകാരോട് എന്താണ് മമത ചെയ്തതെന്ന് കോൺഗ്രസ്സുകാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മമതയുടെ നിലനിൽപ്പ് വലിയ അപകടത്തിലാണ്. മമതയെ കാത്തിരിക്കുന്നത് ജയിലഴികളാണ്.